പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഞാൻ അൻസാർ കെ.ടി, ഫൗണ്ടർ ആൻഡ് CEO ഹാർവസ്റ്റ് കോച്ചിങ് സ്കൂൾ. ഇന്ന് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഞാനിങ്ങനെ കുറേ ആലോചിച്ച് നോക്കി, അപ്പോൾ ഒന്ന് നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യാൻ തോന്നി. നമ്മൾ 10ാം ക്ലാസ്സിൽ ഫുൾ A+, 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ടൊക്കെ വന്നു, ഫുൾ A+ ഒക്കെയാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ A+കളൊന്നും ഇല്ലാതെ പ്രയാസപ്പെടുന്നൊരവസ്ഥ ഉണ്ട്. എനിക്ക് 10ാം ക്ലാസ്സിൽ ഒരേ A+ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്തൊക്കെ A+ വരുന്ന സമയമാണ്. നമ്മൾ ഇതുപോലെ A+കളൊന്നും കുറേ കാണാത്തൊരു സമയമാണ്. എന്നാൽ പോലും ഒരു A+ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് കുട്ടികൾ മാർക്ക് കുറഞ്ഞതിൻ്റെ ഒരു വിഷമത്തിലാണ്. രക്ഷിതാക്കളാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഓട്ടത്തിലാണ്, എവിടെ സീറ്റ് കിട്ടുക, എങ്ങനെ പോകുക എന്നറിയാതെ ഒരുപാട് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയമാണ്. എല്ലാ മക്കളും നല്ലോണം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ കുട്ടികൾക്ക് നല്ല മാർക്കാവും. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് 10ാം ക്ലാസ്സിലെ മാർക്ക് വെച്ചിട്ട് ഒരിക്കലും നമുക്ക് ആ കുട്ടിയുടെ ഭാവി നിർണ്ണയിക്കാൻ സാധ്യമല്ല, അത് ഉറപ്പാണ്. അപ്പോൾ എന്നാലോ +1 അവർക്ക് വരണമെങ്കിൽ, നല്ല സീറ്റ് കിട്ടണമെങ്കിൽ, അത് കൊമേഴ്സിലായാലും ഹ്യൂമാനിറ്റീസിലായാലും സയൻസിലായാലും നല്ല സീറ്റ് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ട് 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വേണം. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ രക്ഷിതാക്കൾക്കുള്ള ഒരു ആശങ്ക തന്നെ, ഹയർ സെക്കൻഡറിക്ക് സീറ്റ് കിട്ടൂലേ എന്നൊക്കെ ഒരു ആശങ്കയാണ്. അപ്പോൾ നമ്മൾ ഹാർവസ്റ്റിൽ ഒരുപാട് നല്ല പഠിക്കണം, നല്ല പ്രിപ്പയർ ചെയ്യുന്ന മക്കളും വരാറുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബാക്കിലേക്ക് റിസൾട്ട് കുറഞ്ഞ കുട്ടികളും വരാറുണ്ട്. ഞാൻ 10ാം ക്ലാസ്സിലെ മാർക്ക് നോക്കിയിട്ടല്ല സത്യം പറഞ്ഞാൽ അഡ്മിഷൻ കൊടുക്കാറുള്ളത്. അപ്പം എന്നാലും റിസൾട്ട് വരുമ്പോൾ ഫൈനലി ഹാർവസ്റ്റിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാവാറുണ്ട്. അവർക്ക് 10ാം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞെങ്കിൽ പോലും +1 +2 നല്ല സ്കോറും, അത് കഴിഞ്ഞിട്ട് എൻട്രൻസിന് നല്ല റിസൾട്ട് ഉണ്ടാവാറുണ്ട്. ഈവൻ MBBS അടക്കം കിട്ടിയ ചരിത്രങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 10ാം ക്ലാസ്സിനേക്കാൾ ഇമ്പോർട്ടൻസ് ഹയർ സെക്കൻഡറിക്ക് ഉണ്ട്. ഒരു കുട്ടി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, ഉറച്ച തീരുമാനം എടുത്ത് ഇനി അങ്ങോട്ട് പഠിക്കണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പഠിച്ചെത്താവുന്നതേ ഉള്ളൂ ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഴ്ച, 10ാം ക്ലാസ്സിൽ കുറച്ച് മാർക്ക് കുറഞ്ഞു പോയി എന്നുള്ളൊരു കുറവ് അവർക്ക് നികത്താൻ സാധിച്ചാൽ, അതിനവർക്ക് നല്ലൊരു വാശി, നല്ലൊരു എക്സ്പീരിയൻസ് അവർക്ക് മുന്നിൽ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചാൽ, നല്ലൊരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചാൽ ഉറപ്പായിട്ട് അവർക്ക് ഹയർ സെക്കൻഡറിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് സയൻസിലായാലും കൊമേഴ്സിലായാലും ഹ്യൂമാനിറ്റീസിലായാലും. അപ്പം A+ കുറഞ്ഞു എന്നുള്ളതുകൊണ്ട് സയൻസ് വേണ്ട എന്നൊന്നും തീരുമാനിക്കണ്ട. അത് നിങ്ങളുടെ മക്കളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ തീരുമാനിക്കാം. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നൊരു കാര്യം എന്താ വെച്ചാൽ, എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തുകൂടാ? അപ്പോൾ ഇത്രയും കാലം 11 വർഷമായി ഹാർവസ്റ്റ്, ഒരുപാട് മക്കളെ, ബേസ് ഇല്ലാത്ത മക്കളെ കൊണ്ടുവന്ന് ഒരുപാട് നല്ല റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ബേസ് കുറഞ്ഞ കുട്ടികളാണെങ്കിലും, അതായത് 10ാം ക്ലാസ്സിൽ കുറച്ച് മാർക്ക് കുറഞ്ഞ കുട്ടികളാണെങ്കിലും അവർക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ബാച്ച്, അത് സയൻസിനടക്കം ഒരു സ്പെഷ്യൽ ബാച്ച് ഹാർവസ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചുറ്റുപാടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ 10ാം ക്ലാസ് കഴിഞ്ഞ് കുറച്ച് മാർക്ക് കുറവാണ്, കുറച്ച് നല്ല എത്ര മാർക്ക് കുറഞ്ഞാലും മാർക്ക് കുറവാണ്, പക്ഷേ സയൻസ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു സ്കീമിൽ നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു സ്കീം പറയുമ്പോൾ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ ടെൻഷൻ എന്താ വെച്ചാൽ, ഹാർവസ്റ്റിൽ അഡ്മിഷനൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കുട്ടികൾക്ക് ഇങ്ങനൊരു സ്കീമൊക്കെ ഇടുന്നത്, അത്രയും താഴത്തോട്ട് പോയെന്നുള്ളൊരു ആശങ്കയാണ് ഉണ്ടാവുക. അപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ അല്ല കേട്ടോ. 2 ബാച്ച് ഇപ്പോൾ നമ്മളുടെ ഹാർവസ്റ്റ് കംപ്ലീറ്റ് ആയി, 3ാമത്തെ ബാച്ചിന് ജൂൺ 10 സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ അഡ്മിഷൻ ഇല്ലാത്ത പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനത്തെ കുട്ടികൾക്ക് ഒരു പെർട്ടിക്കുലർ ഒരു സീറ്റുകൾ ഇങ്ങനത്തെ കുട്ടികൾക്ക് നമ്മൾ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഫുൾ A+ ഉള്ള കുട്ടിക്ക് ചിലപ്പോൾ +1 +2 ഫുൾ A+ ആയേക്കാം. പക്ഷേ A+ കുറഞ്ഞൊരു കുട്ടീനെ ഏറ്റെടുത്തിട്ട് നല്ലൊരു റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റും. ആ കുട്ടിക്ക് ഒരു പുതിയ സാധ്യത നമ്മൾ തുറന്നു കൊടുക്കുകയാണ്. ആ വീഴ്ച ആ കുട്ടിയുടെ പിന്നീടുള്ള ലൈഫിൽ വരാതിരിക്കാൻ ആ കുട്ടി പ്രത്യേകം ശ്രദ്ധിക്കും. എക്സ്പീരിയൻസ് നല്ലോണം നമുക്ക് ഉണ്ടാകും. അപ്പോൾ ആ എക്സ്പീരിയൻസ് കാരണം കുട്ടി പിന്നീട് ഓടി തോറ്റു പോകാതെ ലൈഫിൽ തന്നെ ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കാനും ഉള്ളൊരു മനക്കരുത്തും ഒരു വാശിയൊക്കെ മക്കൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനൊരു ബാച്ച് ഞാൻ ഹാർവസ്റ്റിൽ തുടങ്ങുകയാണ്. കാരണം ഒറ്റ A+ ഇല്ലെങ്കിൽ പോലും, ഒരു A+ഉം 2 A+ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാർവസ്റ്റിൽ ജോയിൻ ചെയ്യാം. അത് ഹാർവസ്റ്റിൽ സീറ്റ് കുറഞ്ഞതുകൊണ്ടോ കാര്യങ്ങൾ കുറഞ്ഞുകൊണ്ടോ അല്ല, പക്ഷേ പഠിപ്പിക്കാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഈ ഒരു 11 വർഷം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. സ്കൂൾ ബാച്ചിൽ എല്ലാ ടൈപ്പ് മക്കളും വരുന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും ഫുൾ A+ വേണം, ഒരു സ്കോളർഷിപ്പ് എക്സാം നടത്തും, അതിലെ മാർക്ക് നോക്കും, ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ കൊടുക്കുക. ഞാനിവിടെ എക്സാം നടത്തുന്നുണ്ട്, ഹിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എക്സാം നടത്തുന്നുണ്ട്. പക്ഷേ ആ എക്സാം ഒരിക്കലും കുട്ടികളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല, അവൻ ഏത് പോയിന്റിൽ എത്തി നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സംഗതി, അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ മക്കളുണ്ടെങ്കിൽ അവർ നിങ്ങൾ ഫ്രണ്ട്സിനോ കുടുംബത്തിലോ നാട്ടിലോ എവിടെയെങ്കിലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം. കാരണം അവർക്കുള്ളൊരു സീറ്റ് ഹാർവസ്റ്റിലുണ്ടാവും. പക്ഷേ പെട്ടെന്ന് വരണം. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും നമുക്കത് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. കാരണം ഇങ്ങനത്തെ മക്കൾക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല ക്ലാസ്സുകൾ കൊടുക്കണം, നല്ല പഠിക്കാൻ സമയം കൊടുക്കണം, പിന്നെ അവർ നമ്മളെ നല്ലോണം സ്നേഹിക്കണം. എന്ത് സ്നേഹിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ യഥാസമയം ഉൾക്കൊണ്ട് ചെയ്യാൻ ശ്രമിക്കണം. നിർബന്ധിപ്പിച്ച് ചെയ്തിട്ട് കാര്യമില്ല. ഏതൊരു കുട്ടിയുടെയും ഒരു മെൻ്റൽ ഇഷ്യൂസൊന്നും ഇല്ലാത്ത നോർമൽ ലെവലിൽ ഏതൊരു കുട്ടിയുടെയും റിസൾട്ട് കുറയണമെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും, ചെറിയ തിരുത്താൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. ആ പ്രശ്നം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്കത് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും.
അപ്പം നിങ്ങളിൽ ആർക്കെങ്കിലും റിസൾട്ട് കുറഞ്ഞു എന്ന കാരണം കൊണ്ട് ടെൻഷനായി നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താൽ. അപ്പം എന്താണ് RS ഇത്രയും വലിയ പ്രത്യേകത എന്ന് ചോദിച്ചാൽ 10ാം ക്ലാസ്സിൽ ഒറ്റ A+ ഇല്ലാത്ത 6 കുട്ടികളും +1 ഫുൾ A+. അത് എല്ലാ വർഷങ്ങളും സംഭവിക്കുന്നതാണ്. അതുപോലെ തന്നെ A+ ഇല്ലാത്ത കുട്ടി 10ാം ക്ലാസ്സിൽ പെർഫോമൻസ് കുറവായ കുട്ടികൾക്ക് ഒരു എൻട്രൻസ് നല്ല റിസൾട്ട്, ഒരുപാട് എൻട്രൻസ് എക്സാമ്പിൾ നമ്മൾ മക്കളെ കൊണ്ട് എഴുതിപ്പിക്കും. അതിലൊക്കെ നല്ല സാധ്യതയുള്ള നല്ല കോളേജിൽ, നല്ല നാഷണലൈസ്ഡ് കോളേജിൽ മക്കൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ എന്താ നോക്കല്ലേ, അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എന്താണെന്ന് അറിയാലോ, നമ്മൾ ഒരുപാട് ആളുകൾ ഈ വീഡിയോ കാണുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ എഫക്റ്റ് നമുക്കൊന്ന് അറിയാലോ. ഈ ഒരു സ്പെഷ്യൽ ബാച്ചിലേക്ക് വരുന്ന കുട്ടികൾ നല്ല രീതിയിൽ ക്ലാസ്സുകൾ കൊടുത്ത് അവരുടെ സപ്പോർട്ടോട് കൂടി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു ബാച്ചിൽ കുട്ടിയെ ചേർത്തിയത് കൊണ്ട് കാര്യമില്ല. ആ കുട്ടിക്കൊരു തീരുമാനം വേണം. 10ാം ക്ലാസ്സിൽ കുറച്ച് മാർക്ക് കുറഞ്ഞു, ഇനി ഞാൻ ഇങ്ങനെ നിന്നാൽ പറ്റില്ല, നല്ല മാർക്കിലേക്ക് എത്തണമെന്ന് ആ കുട്ടി തീരുമാനിച്ചിട്ടാവണം വരുന്നത്. അങ്ങനെ ആകുമ്പോഴേ നമ്മൾ പറഞ്ഞ സിസ്റ്റങ്ങളും നമ്മൾ പറഞ്ഞ കാര്യങ്ങളും അവർ കൃത്യമായി ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ വൈകരുത്. നിങ്ങളുടെ ആർക്ക് വേണമെങ്കിലും നിങ്ങൾ ഈ സംവിധാനം അയച്ചു കൊടുക്കുക. ഒരു ബാച്ച് നമ്മൾ 60 കുട്ടികളുടെ ഒരു ബാച്ച് ഈ ഒരു സ്കീമിൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരുടെ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. എല്ലാ രക്ഷിതാക്കളും വിളിക്കുന്ന പോലെ എല്ലാവർക്കും ഉള്ള പേടി ഇതാണ്, സാറേ മാർക്ക് കുറഞ്ഞു, ഇനി എവിടെ കിട്ടുമോ സീറ്റ് കിട്ടുമോ എന്നൊക്കെ. സാമ്പത്തികമായി ഫീസ് അടച്ച് പഠിക്കേണ്ട സംവിധാനമാണ് RSലുള്ളത്. അത് അഫോർഡബിൾ ആവുമോ നോക്കുക. എപ്പോഴും ഞാൻ എല്ലാ രക്ഷിതാക്കളും പറഞ്ഞ കാര്യമാണ്, മക്കൾക്കും വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം, മക്കളുടെ അക്കാഡമിക്സിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അതൊരു പക്ഷേ നല്ല മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കൂട്ടോ. ഓക്കെ, അപ്പോൾ വൈകരുത്. ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ നാട്ടിലെ ആരെങ്കിലും ഇവിടെ പഠിച്ചിട്ട് അവരോടൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാം. ഒരു ജെനുവിനായുള്ള സ്ഥാപനമാണെന്ന് ഉറപ്പ് വരുത്താം. ഹിറ്റ്സ് എക്സാം എഴുതുക. ഉടൻ തന്നെ അഡ്മിഷൻ്റെ കാര്യങ്ങൾ കൺഫേം ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.